അപ്രകാരം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ബലി കൊടുത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധരുടെ നാട്. പക്ഷേ വിശുദ്ധരുടെ നാട് എന്ന വിശേഷണത്തിന് ചേരും വിധം എപ്പോഴെങ്കിലും ആ രാജ്യം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ച ശേഷം അതിനൊരു പ്രസിഡന്റ് പദവി നിർമ്മിച്ച് ആ പദവി അലങ്കരിക്കാനാണ് മുഹമ്മദ് അലി ജിന്ന തീരുമാനിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തിന് പലരും പല ഉപദേശങ്ങളും കൊടുത്തിരുന്നു. കാരണം ഇന്ത്യ രാജ്യത്ത് നമ്മൾ സ്വീകരിക്കുന്നത് ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഒരു ഭരണ സംവിധാനമാണ്. അപ്രകാരമുള്ള ഒരു ഭരണ സംവിധാനത്തിൽ പ്രസിഡന്റ് എന്ന പദവി അത് ആലങ്കാരികമായിരിക്കും എന്ന് അദ്ദേഹത്തെ പലരും ഉപദേശിച്ചിരുന്നു. ഉദാഹരണത്തിന് ബ്രിട്ടീഷ് രാജ്ഞി കേൾക്കുമ്പോൾ വലിയ പെരുമയൊക്കെ ഉണ്ട്. എന്നാൽ ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവ് എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പദവി മാത്രമാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ അധിപൻ എന്നത് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അധികാര സ്ഥാപനമാണ്. അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പാർലമെൻറ്റും മന്ത്രിമാരും പാർലമെൻറ്റ് അംഗങ്ങളുമാണ്. അതേ ഭരണ സംവിധാനം തന്നെയാണ് ഇന്ത്യയിലും സ്വീകരിക്കപ്പെടുന്നത്.